നെക്സ്റ്റ് നമുക്ക് വൂക്കമേഴ്സ് നോക്കാം. വൂക്കമേഴ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വൂക്കമേഴ്സിലും ഇഷ്ടംപോലെ തീംസ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു തീം ആഡ് ചെയ്തിട്ട് നമുക്ക് ഈസിലി ഉപയോഗിക്കാൻ പറ്റും. സെക്കൻഡ് തിങ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മന്ത്ലി ഒരു പേയ്മെന്റോ കാര്യങ്ങളോ വൂക്കമേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. വൂക്കമേഴ്സ് ഫ്രീ ആണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ, ആർക്കും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതേപോലെ വൂക്കമേഴ്സിന് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വൂക്കമേഴ്സിന് അവരുടെ സ്വന്തം ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ഷോപ്പിഫൈ ഒക്കെ പോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് മാനേജ് ചെയ്യാനും കാര്യങ്ങളും ഈസിലി നമുക്ക് അതിൽ നിന്ന് പറ്റും. ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ്സ് നോക്കാം വൂക്കമേഴ്സിന്റെ. വൂക്കമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്റ്റിംഗിൽ പർച്ചേസ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിന്റെ കുറച്ച് ടെക്നിക്കൽ നോളജ് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ വേർഡ് പ്രസ് എങ്ങനെ ഉപയോഗിക്കണം, പ്ലഗിൻസ് എങ്ങനെയൊക്കെ ആഡ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ വൂക്കമേഴ്സ് ഒരു ഹോസ്റ്റിംഗിന്റെ അണ്ടറിലാണ്. അപ്പം ഹാക്കേഴ്സിന് ഈസി ആയിട്ട് വേർഡ് പ്രസ് ഹാക്ക് ചെയ്യാനും അതിൽ എൻ്റർ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ വെബ്സൈറ്റ് പ്രോപ്പർലി ഒപ്റ്റിമൈസ് ചെയ്ത് സെക്യൂരിറ്റി ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൂക്കമേഴ്സ് അല്ലെങ്കിൽ അതേപോലെ വേർഡ് പ്രസ് അറിയുന്നവർക്ക് അറിയാം, അതിലുള്ള വെബ്സൈറ്റിലുള്ള പ്ലഗിനും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് വരുന്നതാണ്. അപ്പം നമ്മളത് റെഗുലർ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്തിട്ട് ആ പ്ലഗിന് തീമൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വെച്ചാൽ വൂക്കമേഴ്സിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് വേണോ അതിനൊക്കെ നമുക്ക് അതിൽ പ്ലഗിൻസ് അവൈലബിൾ ആണ്. പ്ലഗിൻസ് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ പ്ലഗിൻസ് ഉണ്ട്. ഷോപ്പിഫൈ പോലെയല്ല, ഷോപ്പിഫൈയിൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലഗിനും നമ്മൾ പൈസ കൊടുക്കണം. ഫ്രീയും ഉണ്ട്, പക്ഷെ നമുക്കൊരു ഉപകാരം എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്ലഗിൻസിന് നമ്മൾ എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും. സോ ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിന് ഡിസ്കസ് ചെയ്തുള്ളൂ. കൂടുതൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ തന്നെ എക്സ്പ്ലോർ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.